ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അല്ല, ട്രൈ ചെയ്ത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് വേറൊന്ന് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായ 2 ഉള്ളിയുണ്ട്. അത് ഞാൻ എന്താക്കി, ഈ മസാലയിൽ 1 to 2 kg ബീഫിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ പച്ചമസാല, അതായത് ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്നാകെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഞാൻ മൊരിച്ചെടുത്തതാണ് നമ്മുടെ സവാള. കുറച്ച് നമുക്ക് ഇനി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് കേട്ടോ. അപ്പോൾ എല്ലാ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്ന് എടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ പച്ചമസാല, അതായത് നമ്മുടെ ഗ്രീൻ ചില്ലി അതെല്ലാം കുറച്ചുകൂടി നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഈ മസാല ചെയ്യുന്ന അതിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നമ്മുടെ കുത്തലൊക്കെ മാറുമ്പോൾ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ട് ഫ്രൈ ആയി കാണാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സവാള, 3 സവാള എടുത്തിട്ടുണ്ട്. നല്ല നേർങ്ങയായിട്ട് മുറിച്ചിട്ട് ഉള്ള സവാളയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. കുറച്ച് ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നന്നായിട്ടൊന്നും കാഞ്ഞ് വരണം. അതുകൊണ്ടാണ് ഞാൻ സവാളയുടെ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുള്ളത്. പിന്നെ പുതിന ഇടണം, മല്ലി ഇല ഇടണം, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഒരു 9 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 2.5 തക്കാളി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഉടച്ച് കൊടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേവിച്ച നമ്മുടെ ബീഫില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീത് ബാക്കിയുള്ള കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളറാക്കി സോട്ട് ചെയ്തെടുത്ത നമ്മുടെ ഉള്ളിയില്ലേ അതും കുറച്ചും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബീഫ് വേവിച്ച കുക്കറിലോട്ട് തന്നെ കുറച്ച് ഗാർലിക്കും പച്ചമുളകും കറിവേപ്പിലയും ബേ ലീഫും ഇതൊക്കെ ഇട്ടിട്ട്, കറുവപ്പട്ട, അതിലൊക്കെ നമ്മുടെ ചോറിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരി ഞാൻ 2 kg ആണ് എടുത്തിട്ടുള്ളത്. തനിമ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കഴുകി വെച്ച് നന്നായിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഫ് മസാല ഓർ ബിരിയാണി മസാല ഏതോ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം നമ്മൾ അളവനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. മസാല നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഗാർണിഷൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ദമ്മിട്ടിട്ടുണ്ട്. ദമ്മ് നമുക്ക് പൊട്ടിക്കാം. ദമ്മെല്ലാം പൊട്ടിച്ച് എല്ലാവർക്കും കഴിച്ചോട്ടോ. പിന്നെ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, ബൈ.